കൊണ്ട് ഒരു ഗ്ലോബൽ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹമുണ്ടോ? എങ്കിൽ നേരെ ദുബായിലേക്ക് വിട്ടോളൂ. കുറഞ്ഞ ടാക്സ്, ലോകോത്തര അടിസ്ഥാന സൗകര്യങ്ങൾ, അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥ. സംരംഭകർക്ക് ഇതിൽ പരം വേറെ എന്തു വേണം? 2025 ഇന്ത്യയിൽ നിന്ന് ദുബായിൽ ഒരു ബിസിനസ് തുടങ്ങാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നമുക്ക് നോക്കാം. എന്തിന് ദുബായ് തിരഞ്ഞെടുക്കണം? ദുബായ് വെറും ഒരു മരുഭൂമിയിലെ കോൺക്രീറ്റ് കാടല്ല. ഏഷ്യയിലെയും യൂറോപ്പിലെയും ബന്ധിപ്പിക്കുന്ന ഒരു വലിയ ബിസിനസ് ഹബ്ബാണ്. വ്യക്തിഗത വരുമാനത്തിന് ടാക്സ് ഇല്ലെന്നതാണ് ഏറ്റവും വലിയ ആകർഷണം. നിങ്ങൾ സമ്പാദിക്കുന്ന പണം മുഴുവനായും നിങ്ങൾക്ക് തന്നെ ഉപയോഗിക്കാം. ലോകോത്തര നിലവാരത്തിലുള്ള എയർപോർട്ടും തുറമുഖവും നിങ്ങളുടെ ബിസിനസ്സിന് ലോകമെമ്പാടും ചിറകുകൾ നൽകും. മാത്രമല്ല, ഇന്ത്യയിൽ നിന്നുള്ള സംരംഭകരുടെ ഒരു വലിയ സമൂഹം തന്നെ ദുബായിലുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ട സഹായങ്ങളും കണക്ഷനുകളും എളുപ്പത്തിൽ ലഭിക്കും. ആദ്യപടി, എന്ത് ബിസിനസ് തുടങ്ങണം? ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഏത് തരം ബിസിനസ് ആണ് തുടങ്ങേണ്ടത് എന്ന് തീരുമാനിക്കുകയാണ്. ദുബായിൽ ഇപ്പോൾ IT, ടെക്നോളജി, ഹെൽത്ത് കെയർ, ടൂറിസം, ട്രേഡിംഗ് തുടങ്ങിയ മേഖലകൾക്ക് വലിയ ഡിമാൻഡ് ആണുള്ളത്. നിങ്ങളുടെ കഴിവും താല്പര്യവും അനുസരിച്ച് ഒരു ബിസിനസ് തിരഞ്ഞെടുക്കുക. രണ്ടാമത്തെ ഘട്ടം, എവിടെ തുടങ്ങണം? മെയിൻ ലാൻഡ് അല്ലെങ്കിൽ ഫ്രീ സോൺ. ഇതൊരു പ്രധാനപ്പെട്ട തീരുമാനമാണ്. ദുബായിൽ 2 തരം ബിസിനസ് ലൊക്കേഷനുകളുണ്ട്: മെയിൻ ലാൻഡ്, ഫ്രീ സോൺ. മെയിൻ ലാൻഡ് കമ്പനികളിലാണെങ്കിൽ നിങ്ങൾക്ക് UAEയിൽ എവിടെ വേണമെങ്കിലും ബിസിനസ് ചെയ്യാം. എന്നാൽ ചില ബിസിനസ്സുകൾക്ക് ഒരു UAE പൗരൻ പാർട്ട്ണറായി വേണമെന്ന നിബന്ധനയുണ്ടായിരുന്നു. ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ചില മേഖലകളിൽ ഇത് ഇപ്പോഴും ആവശ്യമാണ്. ഫ്രീ സോൺ കമ്പനികൾക്കാണ് ഇപ്പോൾ കൂടുതൽ പ്രചാരം. ഇവിടെ നിങ്ങൾക്ക് 100% ഉടമസ്ഥാവകാശവും ലഭിക്കും. അതായത് നിങ്ങളുടെ കമ്പനി പൂർണ്ണമായും നിങ്ങളുടേത് മാത്രമായിരിക്കും. ടാക്സ് ഇളവുകളും പേപ്പർ വർക്കുകളിലെ എളുപ്പവഴികളും ഫ്രീ സോണുകളുടെ പ്രത്യേകതയാണ്. എന്നാൽ ഫ്രീ സോൺ കമ്പനികൾക്ക് സാധാരണയായി ആ ഫ്രീ സോണിന്റെ പരിധിക്കുള്ളിലും UAEക്ക് പുറത്തും മാത്രമേ നേരിട്ട് ബിസിനസ് ചെയ്യാൻ സാധിക്കൂ. അടുത്ത സ്റ്റെപ്പ്, പേരും ലൈസൻസും. നിങ്ങളുടെ ബിസിനസ്സിന് ആകർഷകമായ ഒരു പേരും കണ്ടെത്തണം. ഈ പേര് നിയമപരമായി അംഗീകരിച്ചതാണെന്നും മറ്റാരും ഉപയോഗിക്കുന്നില്ലെന്നും ഉറപ്പാക്കണം. അതിനുശേഷം നിങ്ങൾ തിരഞ്ഞെടുത്ത ബിസിനസ്സിന് അനുയോജ്യമായ ലൈസൻസിനായി അപേക്ഷിക്കണം. ട്രേഡിംഗ് ലൈസൻസ്, കൊമേഴ്ഷ്യൽ ലൈസൻസ്, പ്രൊഫഷണൽ ലൈസൻസ് എന്നിങ്ങനെ പലതരം ലൈസൻസുകളുണ്ട്. പേപ്പറുകൾ റെഡിയാക്കാം. ബിസിനസ് രജിസ്റ്റർ ചെയ്യാൻ ചില രേഖകൾ ആവശ്യമാണ്. എല്ലാ പാർട്ട്ണർമാരുടെയും പാസ്പോർട്ട് കോപ്പികൾ, ഒരു ബിസിനസ് പ്ലാൻ, അഡ്രസ് തെളിയിക്കുന്ന രേഖകൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടും. ഈ രേഖകളെല്ലാം കൃത്യമായി തയ്യാറാക്കി വെക്കണം. ബാങ്ക് അക്കൗണ്ടും വിസയും. ലൈസൻസ് ലഭിച്ചു കഴിഞ്ഞാൽ അടുത്തതായി വേണ്ടത് ഒരു കോർപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് ആണ്. അതിനുശേഷം നിങ്ങൾക്ക് ഇൻവെസ്റ്റർ വിസയ്ക്ക് അപേക്ഷിക്കാം. ഈ വിസ ലഭിക്കുന്നതോടെ നിങ്ങൾക്ക് ദുബായിൽ താമസിക്കാനും ജോലി ചെയ്യാനും സാധിക്കും. നിങ്ങളുടെ കുടുംബത്തെ ഒപ്പം കൂട്ടാനും ജീവനക്കാരെ നിയമിക്കാനുമുള്ള സൗകര്യങ്ങളും ലഭ്യമാണ്. ഓഫീസ് സ്പേസ്. നിങ്ങളുടെ ബിസിനസിന്റെ സ്വഭാവം അനുസരിച്ച് ഒരു ഓഫീസ് സ്പേസ് കണ്ടെത്തണം. ഫ്രീ സോണുകളിൽ കുറഞ്ഞ ചിലവിൽ ഷെയർഡ് ഓഫീസുകളും വെർച്വൽ ഓഫീസുകളും ലഭ്യമാണ്. എത്ര രൂപ ചിലവ് വരും? ദുബായിൽ ഒരു ബിസിനസ് തുടങ്ങാനുള്ള ചിലവ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ലൈസൻസ്, ലൊക്കേഷൻ എന്നിവയെ ആശ്രയിച്ചിരിക്കും. സാധാരണയായി 15,000 ദർഹം മുതൽ 50,000 ദർഹം വരെ ചിലവ് വരാം. അപ്പോൾ ദുബായിൽ ഒരു ബിസിനസ് തുടങ്ങാനുള്ള ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് സഹായകമായി എന്ന് കരുതുന്നു. കൃത്യമായ പ്ലാനിങ്ങോടെ മുന്നോട്ട് പോയാൽ ദുബായ് നിങ്ങൾക്ക് നൽകുന്നത് ഒരു വലിയ അവസരങ്ങളായിരിക്കും. പുതിയ അറിവുകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി. ശ്രദ്ധിക്കുക, ഈ വീഡിയോ പൂർണ്ണമായും വിജ്ഞാനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയിട്ടുള്ളതാണ്. ഇതൊരു നിയമോപദേശമായോ സാമ്പത്തിക ഉപദേശമായോ കണക്കാക്കരുത്. ദുബായിലെ ബിസിനസ് നിയമങ്ങളും ഫീസുകളും നടപടിക്രമങ്ങളും എപ്പോൾ വേണമെങ്കിലും മാറാൻ സാധ്യതയുണ്ട്. അതിനാൽ സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങുന്നതിന് മുൻപ് ദുബായിലുള്ള ഒരു അംഗീകൃത ബിസിനസ് കൺസൾട്ടന്റുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ഉറപ്പുവരുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.